നമുക്ക് അടുത്ത് വരുന്ന CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് CBSEയുടെ 10ാം ക്ലാസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ കൂടെ നോക്കാം. ഈ വീഡിയോയുടെ താഴെ ഇതുവരെ നേരത്തേക്ക് ചെയ്തിട്ടുള്ള പഴയ വീഡിയോസ്, അതായത് പാഠഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ വീഡിയോസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടും. ചട്ടമ്പി സ്വാമികളും ഇതുപോലെ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പാഠഭാഗങ്ങൾ വ്യക്തമായി റിവിഷൻ ചെയ്തിരുന്നു. ആ ഭാഗങ്ങളിലൂടെ അതിൻ്റെ ലിങ്ക് കൂടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. ഇതിൽ ആൻസേഴ്സ് ആദ്യത്തെ 2 അവതാരണം അറിയാമല്ലോ, അത് പാരഗ്രാഫ് തന്നിട്ട് ചോദിക്കുന്ന രീതി. അത് കഴിഞ്ഞതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശബ്ദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ നാദം, രവം, ഒലി എന്നൊക്കെയുള്ളത് ശബ്ദത്തിൻ്റെ പര്യായങ്ങളാണ്. ശബ്ദത്തിൻ്റെ പര്യായമല്ലാത്തത് ഒളി. ഭവാൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഭവതി എന്നുള്ളതാണ്. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീതമായി വരുന്നത് ശിഥിലം എന്ന വാക്കാണ്. ഉദാരം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ശ്രേഷ്ഠം എന്നതാണ്. അർത്ഥവ്യത്യാസം കണ്ടെത്തി എഴുതുക. ഇടർ, അടർ. അതിൻ്റെ ആൻസർ ദുഃഖം, യുദ്ധം എന്നുള്ളതാണ്. പനം പട്ടകൾ പിരിച്ചെഴുതുമ്പോൾ പന അധികം പട്ടകൾ. താപം എന്ന പദത്തിൻ്റെ നാനാർത്ഥം താപം. ചൂടെന്നും ദുഃഖമെന്നും അർത്ഥമുണ്ട്. ധർമ്മക്ഷേത്രം വിഗ്രഹിച്ച് എഴുതിയാൽ ധർമ്മത്തിൻ്റെ ക്ഷേത്രം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ പ്രക്ഷേപണം എന്നുള്ള കായും ഷായും കൂടെ ചേർന്ന് വരുന്നതാണ് കറക്റ്റ്. മഞ്ഞെന്ന പദത്തിൻ്റെ അർത്ഥമല്ലാത്ത പദം ഹിമം, തുഷാരം എന്നൊക്കെയുള്ളത് മഞ്ഞിൻ്റെ പര്യായങ്ങളാണ്. ഹേമം മഞ്ഞുമായിട്ട് ബന്ധമുള്ളതല്ല. എന്നാൽ ഹിമമാണെങ്കിൽ മഞ്ഞാണ്. ഇനി ധന്യയായ സവതി കാണുക മൂലം. ധന്യയായത് ആര്? ആരാണ് ധന്യയായത്? നളിനി. നളിനിയാണ് ധന്യയായത്. അതുപോലെ ആരെയാണ് അവൾ കണ്ടത്? ദിവാകരനെയാണ് കണ്ടത്. ദ്രൗണിയുടെ ശിരസിലുള്ളതായി കാണുന്ന സഹജമായ ചൂടാമണി അങ്ങ് കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിലണിഞ്ഞ് കാണണം എന്നിങ്ങനെ പറഞ്ഞതാരാണ്? ദ്രൗപദി. ആരുടെ ശിരസിലണിഞ്ഞ് കാണണം എന്നാണ് പറഞ്ഞത്? യുധിഷ്ഠിരന്റെ ശിരസിൽ. പനിനീരാൽ കഴുകിക്കൂ കാലുകൾ. ആരുടെ കാലുകളെയാണ് കഴുകിക്കേണ്ടത്? ആരുടെ കാലുകളെയാണ്? മാവേലി മന്നന്റെ. ആരാണ് കഴുകേണ്ടത്? ഉഷസ്. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ അടർന്നു പോയത് പറിച്ചു മാറ്റിയതുപോലെ അയാൾക്ക് തോന്നി. ആർക്കാണ് അങ്ങനെ തോന്നിയത്? ചാക്കുണ്ണിക്ക്, റേഡിയോ പോയപ്പോൾ. പിന്നെ എന്ത് സംഭവമാണ് ഇവിടെ പരാമർശിക്കുന്നത്? റേഡിയോ പണയം വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, പെറ്റുകിടക്കും തെരുവ് പട്ടിക്കും തെരുവിറ്റ്. ഇതിൽ സന്ദർഭം വ്യക്തമാക്കുക. മകൻ അമ്മയെ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് പെരുമാളിൻ്റെ അടുത്തിറക്കാൻ നോക്കിയപ്പോഴാണ് പെറ്റുകിടക്കുന്ന തെരുവ് പട്ടി കുരച്ച് ചാടിയത്. ഇത് ആരുടെ വരികളാണ്? റഫീഖ് അഹമ്മദിൻ്റെ. ചക്ഷുശ്രവണം കളസ്തമാൻ ദർദുരം. ഇത് ഏത് പ്രസ്താവനയായിട്ട് ചേരുന്നു? കാലാഹീന പരിഗ്രസ്തമായ ലോകമാണ്. കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട ലോകമാണ് ചക്ഷുശ്രവണ കളസ്തമായ. ചക്ഷുസ് കണ്ണ്, ശ്രവണം കേൾക്കൽ. കണ്ണുകൊണ്ട് കേൾക്കുന്നവനാണ് ചക്ഷുശ്രവണം. പാമ്പിന് ചെവികളില്ല. അപ്പം പാമ്പിൻ്റെ വായിലിരിക്കുന്ന ദർദുരത്തിന് സമാനം ഏതാണ്? കാലമാകുന്ന പാമ്പിൻ്റെ വായിലിരിക്കുന്ന ലോകം. ദർദുരം എന്ന പദത്തിൻ്റെ അർത്ഥം തവള. വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? കുട്ടിയസൻ മാപ്പിളയുടെ. ഈ വാക്കുകൾ ആരോടാണ് പറഞ്ഞത്? വെള്ളായിയോട്. ബ്രഹ്മൻ അവിടത്തോടുകൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? പകയുടെ പ്രതിരൂപമായ ദ്രൗണി. ബ്രഹ്മൻ എന്ന് ആരെയാണ് സംബോധന ചെയ്യുന്നത്? വ്യാസരെയാണ് സംബോധന ചെയ്യുന്നത്. ഗുരുഖാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല ഇങ്ങനെ പറഞ്ഞതാര്? ദ്രോണരുടെ പുത്രനായ ദ്രൗണി പറഞ്ഞതാണ്. ആരോടാണ് പറഞ്ഞത്? തൻ്റെ പിതാവായ ദ്രോണരെ ചതിയിലൂടെ കൊന്ന ദൃഷ്ടിദ്യുമ്നനോട്. നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്. എന്താണ് നിന്നോളം ഇല്ലാത്തത്? എന്നോടുള്ള വാത്സല്യം അല്ലേ? രാമൻ ലക്ഷ്മണനോട് പറയുന്നു. നിന്നോളമില്ല എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ലക്ഷ്മണനെയാണ്. അങ്കിവാക്യം വേർതിരിച്ച് എഴുതാൻ സെക്ഷൻ ബിയിലേക്ക് വന്നു. പുണ്യവും ത്രൈലോക പ്രസിദ്ധവുമായ സിമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കിയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. അപ്പം അതിൽ നമുക്കറിയാം അങ്കിവാക്യമാണ് പൂർണ്ണമായ അർത്ഥമുള്ളത്. ശാശ്വത ലോകങ്ങൾ നേടും എന്നുള്ളത് അങ്കിവാക്യവും പൂർണ്ണവാക്യവും പുണ്യവും ത്രൈലോക പ്രസിദ്ധമായ സിമന്ത പഞ്ചകത്തിൽ
കിടന്ന് മരിക്കുകയില്ല എന്നുള്ളത് അംഗവാക്യവുമാണ്. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുത് കുമ്പിട്ട് നിന്നാലും ഒരുവനെ അവർ വെറുതെ വിട്ടില്ല. ഒരുവനെ അവർ വിട്ടില്ല എന്നുള്ളത് പൂർണ്ണവാക്യം, അങ്കിവാക്യം. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുത് കുമ്പിട്ട് നിന്നാലും എന്നുള്ളത് അംഗവാക്യം. പ്രയോഗം മാറ്റുക. മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി. അതിന്റെ ഉത്തരം മത്തായിയാൽ അയാൾ സൂക്ഷിച്ച് നോക്കപ്പെട്ടു. ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു പാറാവുകാരനാൽ വെള്ളായപ്പൻ തടവറയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെടുന്നു. വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട്, ഇത് രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മതി. ഒടുവിൽ അവസാനം, അതിലും ഏതെങ്കിലും ഒന്ന് മതി. ഒടുവിൽ അല്ലെങ്കിൽ അവസാനം എന്നുള്ളതാണ്. വാക്യത്തിൽ പ്രയോഗം ചോദിച്ചിട്ടുണ്ട്. പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക, നിജം വരുത്തുക, ഉറപ്പ് വരുത്തുക, അജ്ഞാതമായ, അറിവില്ലാത്ത. അപ്പം ഈ വാക്കുകൾ ഉപയോഗിച്ച് മറ്റൊരു വാക്യം എഴുതാനാണ്. പിന്നെ പത്രവാർത്ത ഹരിത വിദ്യാലയമായി തിരഞ്ഞെടുത്തത് ആയിട്ട് ചേർത്ത് ഒരു പത്രവാർത്ത. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കത്തിൻ്റെ ഫോർമാറ്റ് ഞാൻ ആ വീഡിയോയുടെ താഴെ അവസാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാലിന്യമുക്ത കേരളം, നവകേരളം. പ്രകൃതിയോട് ഇണങ്ങും, ദുരന്തങ്ങൾ ഒഴിവാക്കും. പ്രകൃതി സംരക്ഷണം ചോദിക്കുന്നതാണ്. പിന്നെ ഉള്ളത് 3 മാർക്ക് ചോദ്യങ്ങളാണ്. അതിന് ഇൻട്രഡക്ഷൻ എഴുതിയിട്ട് ആൻസർ എഴുതണം. 1/2 പേജ് മതി. പൊതിച്ചോറിനുള്ള സ്ഥാനം, അതുപോലെ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായി കൽപ്പിച്ചതിന് കാരണം അവൻ പകയുടെ പ്രതിരൂപമായതുകൊണ്ടാണ് അവനെ ചിരഞ്ജീവിയായിട്ട് കൽപ്പിച്ചത്. ക്രോധം പരിത്യജിക്കണം, ഈ വാക്യത്തിന്റെ കാലിക പ്രസക്തി ശരിയല്ലേ? ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മാതാപിതാക്കളെ പോലും മക്കൾ ക്രോധം കൊണ്ടാണ് വകയിരുത്തുന്നത്. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവിനും തമ്മിലുള്ള സൗഹൃദം. ജീവിതാവൃത്തിയോടൊപ്പം വിദ്യാഭ്യാസം നേടാൻ ചട്ടമ്പി സ്വാമിയെ സഹായിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം അതും നമ്മുടെ ആൻസറിലൊക്കെ വരുമ്പോൾ അത് നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ എഴുതി നോക്കുക. അപ്പം ഇതിൽ ഈ ചട്ടമ്പി സ്വാമികളുടെ ഉത്തരങ്ങൾ ഞാൻ പറയാം. ചട്ടമ്പി സ്വാമികൾ കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന് അതൊരു ആമുഖം എഴുതണം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവ് വിസ്മയിപ്പിച്ചു. ഇവരുടെ ഒരുമിച്ചുള്ള യാത്രകൾ, കണ്ടുമുട്ടൽ, വേദാന്ത യോഗശാസ്ത്ര പഠനം, ഇതൊക്കെ നമ്മൾ അതിനകത്ത് എഴുതണം. ഇവരുടെ യാത്രകൾ ഏറ്റവും പ്രധാനമാണ്. അതുപോലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടന്ന സംഭവം, അദ്ദേഹം പ്രാണായാമത്തിലൂടെ ജലം കുടലിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അത് വിസർജിക്കുന്ന ഒരു യോഗവിദ്യ പഠിച്ചിരുന്നു. പിന്നെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഉരുട്ടിച്ചെണ്ട കൊട്ടിയ സംഭവമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ സന്യാസിയാകണമെന്നാണ് മോഹം. ഇപ്പോൾ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയാണ് ജോലി ചെയ്തത്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക അധ്വാനം ഉണ്ടായിരുന്നു. പിന്നെ ആധാരമെഴുത്ത് ജോലി ചെയ്തു. ആധാരമെഴുത്തിന് അധിക പണം വാങ്ങിയില്ല. കിട്ടുന്ന കൂടുതൽ പണം കിട്ടുമ്പോൾ കൂട്ടുകാർക്കും അത് സഹപ്രവർത്തകർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ഇൻട്രൊഡക്ഷനും കൂടെ ചേർത്ത് എഴുതണം. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള റിവിഷൻ വീഡിയോസിൻ്റെ പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ വീഡിയോയുടെ ലിങ്ക് കൂടെ കൊടുക്കുക. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. എല്ലാവിധ വിജയാശംസകളും സ്നേഹപൂർവ്വം ഷീല ടീച്ചർ.